Welcome to Machinery World. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എൻ്റെ പേര് സലാഹുദ്ദീൻ. ഞാൻ മെഷീനറി വേൾഡ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ മെഷീനറികൾ മാത്രമാണ്, അതായത് മാനുഫാക്ചറിങ് മെഷീൻസ് മാത്രമാണ് അത് എൻ്റെ ചാനലിൽ കവർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ധാരാളം മെഷീൻസ് നമ്മുടെ പ്രേക്ഷകർ വിശിഷ്യ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി ധാരാളം മെഷീനറികൾ ഇവിടെ ലഭ്യമാണ്. അപ്പം ഇവിടെ സാറിൻ്റെ ഈ സ്റ്റാളിൽ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും സാർ? നമ്മൾ ബേസിക്കലി ജെംപാക്ക് എന്ന് പറഞ്ഞ കമ്പനി 31 വർഷമായിട്ട് ഇവിടെ മാനുഫാക്ചറിംഗ് ഉള്ളതാണ്. കളമശ്ശേരിയിലാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത്. അവിടെ തന്നെ നമുക്ക് ബേസിക്കലി 2 ലക്ഷം രൂപയുടെ സിപ്പർ മെഷീൻ തുടങ്ങി, 2 ലക്ഷം രൂപയുടെ സിപ്പർ മെഷീൻ തുടങ്ങി 25 ലക്ഷം രൂപ വരുന്ന മൾട്ടി ഹെഡ് മെഷീൻസ് വരെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മളിപ്പോൾ ഈ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാനുവൽസ് അങ്ങനത്തെ ഐറ്റംസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള മെഷീനാണ്. അതായത് ടീ പൗഡർ, പൾസസ്, ഗ്രെയിൻസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഈ മെഷീനിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന കുറച്ച് അതിൻ്റെ മെഷീനാണ് കൊടുത്തിട്ടാണ്. ഇത് നമുക്ക് 10 ഗ്രാം തൊട്ട് നമുക്ക് 1 കിലോ വരെ ഗ്രാനുവൽസ് ഏത് ഐറ്റംസ് നമുക്ക് ചെയ്യും. ഇത് ഹോൾസെയിൽ ബേസ്ഡ് മെഷീനാണ്. 1 to 2 ഗ്രാം നമ്മുടെ ആക്യുറസിയിൽ നമുക്ക് പാക്ക് ചെയ്യാനും പറ്റും. ഇതിന് അടുത്തത് ഓയിൽ മെഷീൻസാണ്. ഇത് ഓയിലിൻ്റെ പാക്കിംഗ് മെഷീൻസാണ്. ഇത് ബേസിക്കലി നമുക്കൊരു 50 ml തൊട്ട് നമുക്ക് 1 ലിറ്റർ വരെ പാക്ക് ചെയ്യാം. പല കമ്പനീസും B2B ആകുമ്പോൾ അത് 5 ലിറ്ററിൻ്റെ പാക്കിംഗ് ഉണ്ട്. ഓപ്ഷനോ കടകളോ ഒന്നും കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ പാരസൻസ്, ലിബർട്ടി അങ്ങനത്തെ ഗ്രൂപ്പുകളാണ് 5 ലിറ്റർ ചെയ്യുന്നത്. പിന്നെ നോർമൽ നമ്മളിവിടെ കെയർബെഡായാലും ബാങ്ക്സൂട്ട് ആണെങ്കിലും നമ്മുടെ മെഷീൻസാണ് ബില്ല് ചെയ്യുന്നത്. കാരണം അത് സ്ട്രോങ് ബിൽഡിങ്ങാണ്. എല്ലാ മെഷീൻസ് ഏകദേശം 800 കിലോ 900 കിലോ വെയിറ്റ് വരും ഈ ഓയിൽ മെഷീൻസ്. അപ്പോൾ അതിന് ഡ്യൂറബിലിറ്റി ഭയങ്കര നമ്മളത് യൂസ് ചെയ്ത മെഷീൻ വരെ നമുക്ക് വരാറുണ്ട് സർവീസ്. അപ്പോൾ അത് ഡ്യൂറബിളാണ് മെഷീൻസ്. പിന്നെ ഇപ്പോൾ ചെറിയ പാക്കിങ്ങിലൊക്കെ പറഞ്ഞ സ്റ്റാർട്ടപ്പിൻ്റെ മെഷീൻസാണ്. അത് നമുക്കൊരു 2.5 ലാഖിന് സ്റ്റാർട്ട് ചെയ്യും. 2.5 ലാഖ് നമുക്ക് ഏകദേശം ഒരു 4 ലാഖ് 5 ലാഖ് വരെയൊക്കെ സ്റ്റാർട്ടപ്സിൽ പറ്റുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് വലിയ മെഷീൻസ് ഉണ്ട്. മദേഴ്സോ നമ്മുടെ ഉള്ളിലേക്ക് അടിക്കുന്ന ഒരു 10 ലക്ഷം രൂപ വരുന്ന മെഷീൻസ് നമ്മൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറയുന്നത് ഫ്ലോറാൻസ് ബേസിക്കലി നമ്മൾ കടലമിഠായി, സോപ്പ്, ബ്രെഡ് പാക്കുന്ന ഒരു മെഷീനാണ്. ഇതിൻ്റെ ഫിംഗേഴ്സാണ് കൺവേർ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റണ്ണിങ് സ്റ്റാർട്ടായിട്ട് ഫുള്ളി HMI-ലാണ് കണ്ടുപോയത്. ചേട്ടൻ എഡിറ്റ് ചെയ്യും. ഇതൊന്നുകൂടി പറഞ്ഞു. ബേസിക്കലി ഇത് ഫ്ലോറാപ്പ് എന്ന് പറഞ്ഞ മെഷീനാണ്. ഫ്ലോറാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോയ് സാൻഡുകൾ, ബണ്ണ്, അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ പണിമിഠായി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതുപോലെ ഞാൻ ചെയ്യും. ഈവൻ നമ്മുടെ റിഞ്ച് സോപ്പുണ്ടാവും അതിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ഐറ്റംസ് എല്ലാം പില്ലോ പാക്കിംഗ് പറഞ്ഞ സാധനം ഈ മെഷീനിലാണ് ചെയ്യുന്നത്. ഇത് HMI ആണ്. ഇത് വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്യും. ടച്ച് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, എല്ലാ രീതിയിലും ടച്ച് ചെയ്യുന്നത് അത് കൊടുക്കാൻ നോക്കും. പിന്നെ ഓയിലിനൊക്കെ ഓയിൽ ഫില്ലിംഗ് മെഷീൻസ് ഞാൻ നമുക്ക് കാണിക്കുന്നത്.
പാക്കേജിംഗ് മെഷീനറിയാണ്. ഇത് നമുക്ക് വരുന്നത് വോയിസ് 30 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതാണ് നമുക്ക് 200 ml 1 ലിറ്റർ. ബേസിക്കലി കേരളത്തിൽ നോക്കുന്നത് സെൻട്രൽ സീൽ വരുന്ന ഓയിലിന് ചെറിയൊരു മില്ലുകളാണ്. പലരും നമ്മളെ മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ 20 പാക്കറ്റ് പെർ മിനിറ്റ് അടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പാരസിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് 9 പാക്കറ്റ് വരെ അടിക്കുന്ന മെഷീൻ ആ റേഞ്ച് വരുന്നത് 5 ലക്ഷം റേഞ്ച് ആയിട്ട് വരുന്നത്. ഇത് ഈ മോഡൽ കാണിക്കുന്നത് 40 പാക്കറ്റ്സ് ആണ് അത് പെർ മിനിറ്റ് ഡെലിവറി. നമുക്കിതിൻ്റെ വലിയ മോഡലുണ്ട്. വരുന്ന 5 ലിറ്റർ കൃഷി ചെയ്യുന്നത്. അത് പക്ഷേ നമ്മൾ സാധാരണ മാർക്കറ്റിൽ കാണുന്നില്ല. അത് B2B സൈഡിൽ പോകുന്നുണ്ട്. 5 ലിറ്റർ അത് ഉപയോഗിക്കുന്ന സാർ, ഇപ്പോൾ നമ്മൾ ധാരാളം മെഷീൻസ് കണ്ടു. അതായത് ഒരുപാട് നമ്മുടെ പിന്നെ മാനുഫാക്ചറിങ് ഐറ്റംസ് അല്ലെങ്കിൽ പല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ മെഷീൻസ് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു മെഷീൻ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഡയറക്റ്റ് ഈ കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും സാർ? നമ്മൾ കളമശ്ശേരിയിലാണ്, സൗത്ത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് നമ്മൾ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അത് 30 വർഷമായിട്ട് നമ്മളിവിടെ ഉണ്ട്. അതുമാത്രമല്ല, ഇത് നമ്മുടെ മാനുഫാക്ചറിംഗ് സ്ഥലമായിരുന്നെങ്കിൽ എപ്പോഴും നമ്മുടെ കമ്പനിയിലേക്ക് വരാം. കളമശ്ശേരി ഇൻഡസ്ട്രി ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചാലും ചെമ്പായി കളഞ്ഞ് ചോദിച്ചാൽ എല്ലാവരും കാണിച്ചു തരും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം എന്ത് മെഷീനാണ് നിങ്ങൾക്ക് കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ട്, നിങ്ങളുടെ എത്ര പ്രൊഡക്ഷന് വേണ്ടി എങ്ങനത്തെ മെഷീനാണ്, ഏത് പ്രൊഡക്റ്റിന് എന്ത് മെഷീനാണ്, അത് എന്ത് മെറ്റീരിയലിലാണ് നമ്മൾ മെഷീൻ പണിയുന്നത്. പല മെറ്റീരിയലും മെഷീൻ പണിയുന്നത്. യൂണിവേഴ്സൽ പണിയാം, SSC പണിയാം, SS 316 പണിയാം. ഫോർ എക്സാമ്പിൾ ഈ ഡിറ്റർജൻറ്റ് അങ്ങനത്തെ ടീമിലൊക്കെ നമുക്ക് SS അത് കെമിക്കലിൽ വരുമ്പോഴത്തേക്ക് പല മെറ്റീരിയലും മാറും. 316ലേക്ക് അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് സാർ ചോദിച്ചു കൊടുക്കും. അത് എൻ്റെ നമ്പർ ഞാൻ പറയാം 9892. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞതുപോലെ അത് ഗൂഗിൾ മാപ്പിൽ ജംപാക്കിൽ ജസ്റ്റ് കൊടുത്താൽ കളമശ്ശേരി അഡ്രസ്സ് കാണിക്കും. ഓക്കെ, സെക്കൻഡ് എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം 9895 996733. നിങ്ങൾ ഇതിനകത്ത് കോൺടാക്ട് ചെയ്താൽ നമ്മളെ സമീപിക്കാം. ഞാനില്ലേ തന്നെ നമ്മുടെ സ്റ്റാഫ് പറയുന്നത്. അപ്പോൾ അവരെ ഡിസ്കസ് ചെയ്യാമെങ്കിൽ എന്ത് റിക്വയർമെൻ്റ് ആണ്, ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, അവർ അതിനനുസരിച്ച് സൊല്യൂഷൻ തരും. നമ്മളെപ്പോഴും നല്ലൊരു സൊല്യൂഷൻ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, വണ്ടർഫുൾ.